ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ റോസാ ചെടിയുടെയൊക്കെ വീഡിയോനകത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമാണ്, അവർ റോസാ ചെടിയുടെ കട്ടിങ്സ് വെച്ചിട്ട് അതൊന്നും കിളുക്കുന്നില്ല, ഉണങ്ങിപ്പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, റോസാ ചെടിയുടെ കട്ടിങ്സ് വെച്ച് കിളുത്ത് വന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മതി, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കും ഏത് റോസ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റമ്മാണ് കേട്ടോ. അപ്പം എല്ലാത്തിലും നല്ലപോലെ മുളകൾ വന്നിട്ടുണ്ട്. ഓരോ നോഡിൽ നിന്നും നല്ല രീതിയിൽ മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഒരു പോട്ടിൽ 2 സ്റ്റം ഇതാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ സ്റ്റം ഒരു പോട്ടിൽ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ, ഒരാഴ്ച അത്രത്തോളം ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ ആ നോഡുകളിൽ നിന്നെല്ലാം മുള പൊട്ടി നല്ലപോലെ വന്നിട്ടുണ്ട്. അത്യാവശ്യം മെച്ചുറായിട്ടുള്ള പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കണ്ടോ, ഇതുപോലുള്ള മെച്ചുറായിട്ടുള്ള കട്ടിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഇളം തണ്ടുകൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 4 നോഡെങ്കിലും നമ്മൾ എടുക്കുന്ന കട്ടിങ്സിനകത്ത് വേണം, കുറഞ്ഞത് ഒരു 4 നോഡ്. ആ രീതിയിലാണ് ഞാൻ ഓരോ കട്ടിങ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചരിഞ്ഞ് വേണം കട്ട് ചെയ്യാൻ, ചരിച്ച് കട്ട് ചെയ്ത് എടുക്കുക, നല്ല ക്ലീൻ ആയിട്ട് ചരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ടുകൾ ഫോർമേഷൻ റൂട്ട്സ് നല്ലപോലെ വരുന്നുണ്ട് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ ഞാൻ ഒരു 4-5 എണ്ണം അതുപോലെ ഇതുപോലെ സ്റ്റെം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന കട്ടിങ്സിനകത്ത് കുറേ ലീഫുകൾ, 3/4 ഭാഗം ലീഫുകൾ ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയായിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് വേണം എടുക്കാൻ. പിന്നെ ഇതുപോലെ നമ്മൾ 2 നോഡ്, കുറഞ്ഞതൊരു 2 നോഡെങ്കിലും നമ്മൾ നടുമ്പോൾ മണ്ണിനടിയിലേക്ക് പോകണം. ആ രീതിയിൽ വേണം അത് താഴ്ത്തി വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ചുവട് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തുക. പിന്നെ ആ ചുവട്ടിൽ ഞാൻ കുറച്ച് മണ്ണിങ്ങനെ നീക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത്, വെള്ളം വീഴുന്ന സമയത്തായാലും അതിൻ്റെ ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മണ്ണിങ്ങനെ നീക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ എല്ലാം ഇതുപോലെ നട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പോട്ട് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റോസിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടുള്ള പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ കാണാറുണ്ട് നമ്മൾ പുതിയ തണ്ടുകൾ മുളപ്പിച്ചെടുക്കുന്നതിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹോർമോൺസ്, പലതരം റൂട്ടിങ് ഹോർമോൺസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളംകിഴങ്ങും അതുപോലെ തന്നെ പഴവും അതിനകത്ത് കുത്തിയിട്ട് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല്, പിന്നെ ഹണി, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും തന്നെ എൻ്റെ ഇതിനകത്തൊന്നും പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ല, ആ രീതി തന്നെയാണ് ഞാൻ എപ്പോഴും റോസ കട്ടിങ്സ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് എന്താണ് പ്രത്യേകതയുള്ളത്, ഇങ്ങനെ തന്നെയല്ലേ ഞങ്ങളും ചെയ്തിട്ടുള്ളത്, എന്നിട്ട് കിളുത്തില്ലല്ലോ എന്നൊക്കെ പലർക്കും തോന്നാം. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ക്ലൈമറ്റ് ആണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നല്ല തണുപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് റോസാ പ്ലാന്റിൻ്റെ നമ്മൾ കട്ടിങ്സ് വഴിയുള്ള പ്രൊപ്പഗേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമുക്ക് നല്ല ഫുൾ ടൈം നല്ല തോഴാതുള്ള മഴയും അതുപോലെ തന്നെ ഇനി ആയാലും നമ്മുടെ കാലവർഷമൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നൊരു സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവാണ്. വെയിലും ഒന്നുമില്ല, ചൂടില്ല. അപ്പം നല്ല ഫുൾ ടൈം ഒരു തണുപ്പ്, ഒരു കൂളായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റോസയുടെ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് റോസയുടെ സ്റ്റെംസ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും എന്തുകൊണ്ടായിരിക്കും
നിങ്ങൾ കട്ടിങ്സ് ഒക്കെ വെച്ചത് ഹോർമോൺ ഉപയോഗിച്ച് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അല്ലാതെ ചെയ്യുന്നു അതൊക്കെ സക്സസ് ആവാത്ത എന്താ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി കാണാം. അപ്പം നമ്മുടെ ക്ലൈമറ്റ് ആണ് ഫസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ടിങ്സിൻ്റെ ചുവട് അനങ്ങാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ റൂട്ട് ഡെവലപ്ഡ് ആവുന്നത് വരേക്കും തന്നെ അതിൻ്റെ ചുവടിന് ഒരു അനക്കം സംഭവിക്കരുത്. അഥവാ ചുവട് എന്തെങ്കിലും അനങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ ചെടിയെ നോക്കണ്ട, അത് പിന്നെ രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടാണോ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ വെള്ളമായിട്ടുള്ള ഗ്രോത്ത് വരുന്നത് വരേക്കും നമ്മൾ അവിടെ തന്നെ വെക്കും. അപ്പം ഞാനിപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ മഴ കൊള്ളുന്ന രീതിയിലും എന്നാൽ വെയിൽ ഡയറക്റ്റ് ഏൽക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണക്ക് വെച്ചിട്ടാണ് എനിക്ക് ഈ കാണുന്ന ഗ്രോത്ത് പ്ലാന്റിന് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്ഡ് ആവുന്ന വരേക്കും അവിടെ തന്നെ പ്ലാന്റ് വെക്കുക. അപ്പോൾ അഥവാ 2 ദിവസമാണ് വെയിൽ വന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇതിനെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നോക്കി വെക്കുക. അതുപോലെ തന്നെ എൻ്റെ ചുവട് നല്ല രീതിയിൽ അനങ്ങാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് മഴയത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിത് പോട്ട് ഡ്രൈ ആവുന്നോ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ അഥവാ ഇത് ഷെയ്ഡഡ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തട്ടാത്തൊരു ഏരിയയിലാണ് നിങ്ങളിത് കൊണ്ട് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പോട്ടിങ് മിക്സ് ഡ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം നോക്കുക. എപ്പോഴും ഒരു നല്ല ഈർപ്പം അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന 2 പോയിന്റുകൾ നിങ്ങളുടെ പ്രൊപ്പഗേഷൻ ടൈമിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശരാവേണ്ടി വരില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.